ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ വാദം അടച്ചിട്ട കോടതി മുറിയിൽ പുരോഗമിക്കുകയാണ്. രാഹുലിനായി തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ കോടതി മുറിയിൽ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കുകയും ചെയ്തു. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഈ അടച്ചിട്ട മുറിയിൽ വാദം വേണമെന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യമായിരുന്നോ? അതെ, തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം തുടങ്ങിയിട്ട് 20 മിനിറ്റ് സമയം പിന്നിടുകയാണ്. കോടതി മുറിയിൽ തന്നെ ഇതിൻ്റെ വാദം ഉണ്ടാകണമെന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ താല്പര്യമായിരുന്നു. ഇന്ന് കോടതി ആരംഭിച്ച രാവിലെ 11 മണിക്ക് തന്നെ ആദ്യ കേസായി രാഹുൽ മാങ്കൂട്ടം പ്രതിയായ കേസ് വിളിക്കുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ ഇത് അടച്ചിട്ട മുറിയിലായിരിക്കണം ഇതിൻ്റെ വിശദമായ വാദം കേൾക്കുക എന്നുള്ള അപേക്ഷ കോടതിക്ക് മുൻപാകെ വെച്ചു. പിന്നീട് ഏറെക്കുറെ 1 മണിക്കൂർ സമയം കൂടി പിന്നിട്ടപ്പോൾ കേസ് വീണ്ടും വിളിച്ചു. ആ സമയത്ത് പ്രതിഭാഗത്തിന് വേണ്ടി ശാസ്തമംഗലം അജിത്ത് ഹാജരാവുകയും കോടതി ഈ വിഷയത്തിൽ പ്രോസിക്യൂഷൻ്റെ താല്പര്യം അടച്ചിട്ട മുറിയിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. പ്രതിഭാഗത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രതിഭാഗം അതിനകത്തിൽ എതിര് അഭിപ്രായം പങ്കുവച്ചില്ല. തുടർന്ന് വാദത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. 20 മിനിറ്റ് സമയം പിന്നിടുന്നു. ഈ വാദം തുടങ്ങുന്നതിന് മുന്നോടിയായി കോടതി മുറിയിലുള്ള അഭിഭാഷകർ അതോടൊപ്പം തന്നെ കോടതിയിലെ മറ്റ് ജീവനക്കാരടക്കമുള്ളവരോട് പുറത്തേക്ക് പോകാൻ കോടതി നിർദ്ദേശിച്ചു. ചുരുക്കത്തിൽ ജഡ്ജിയും പ്രതിഭാഗം അഭിഭാഷകനും പ്രോസിക്യൂഷനും മാത്രമാണ് ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ ബെഞ്ച് ക്ലർക്കുമാരടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അവരോടുകൂടി പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇരുഭാഗത്തിൻ്റെയും വാദം കേൾക്കും. വിധി പറയാൻ പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. പ്രതിഭാഗത്തിൻ്റെ വാദമുഖങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അവർ ഉയർത്താൻ സാധ്യത. അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ വിദേശത്തായതിനാൽ ആ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. മറ്റൊന്ന്, ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗപ്പെടുത്തിയാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി വായിച്ചു കേട്ടു എന്നുള്ള തരത്തിൽ അവർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേന മൊഴിയെടുക്കുന്നതിൽ നിയമപരമായ തടസ്സമില്ല. പക്ഷേ 3 ദിവസങ്ങൾക്കുള്ളിൽ നേരിട്ട് പരാതിക്കാരി ഹാജരാക്കി ഈ നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിലടക്കം ന്യൂനതകളുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള വാദങ്ങളായിരിക്കും തീർച്ചയായും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുക. എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്നുള്ളത് ഒരുപക്ഷെ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. ശരി, ശ്രീ കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.